ഒരുക്കത്തിലാണ് നമ്മുടെ മണവാട്ടി ഇതാ റെഡിയാകുന്നു ഗൈസ്. ഇത് നമ്മുടെ സെൻഹയാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് സെൻഹ. ഒരു മിനിറ്റ് സെൻഹ, കുറച്ച് അങ്ങോട്ട് നോക്കൂ, നിന്നെ ക്യാമറയിൽ കാണുന്നുണ്ട്. ഇവൾ കാത് കുത്തുന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് പുതിനാട്ടി പുതിനാട്ടി എന്ന് പറഞ്ഞിട്ട് ബമ്പാക്കാൻ. ഇപ്പോഴും ബമ്പാക്കുന്നുണ്ട്. ഐലൈനർ ഇടുന്നോണ്ട് അതാ ഐലൈനർ ഇടുന്നോണ്ട് ബമ്പ് ഇതായി. ഓക്കെ ഗൈസ്, നമ്മളെ പുതിനാട്ടി ഉരങ്ങിയ അല്ല ഉരങ്ങിയതിന് ശേഷം കാണാം ഗൈസ്. അവൾ ഔട്ട്ഫിറ്റ് ഇതാണ്, പിന്നീട് കാണിച്ചു തരാം. സെൻഹ നിൻ്റെ മൂക്കിൻ്റെ ഒരു കണ്ടും കിട്ടി. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞത്, ഇന്ന് സെർച്ചിൻ്റെ കാത് കുത്തുന്നതിൻ്റെ പരിപാടിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയാണ്, ഞാൻ നേരത്തെ ഈ ചാനലൊക്കെ പോയിന് മാമൻ്റെ ഒരു കൂട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ വന്നതിന് ശേഷമാണ് ഒരു പോലെ നിൽക്കുന്നത്. കാത് കുത്താൻ പോകുമ്പോൾ ആരും ഉണ്ടായില്ല, നമ്മയും പപ്പാൻ്റെ ഉമ്മാൻ്റെ ഉമ്മാവും ഭാവിയും മാത്രമേ ഉണ്ടായിട്ടു, വേറെ ആരും ഉണ്ടായിട്ടാ. ഞങ്ങൾ ഓരോ നേരത്തെ കൊണ്ടുപോകുന്നു സ്കൂളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു 4:30 5 o'clock നമുക്ക് പോവാൻ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നേരെ പോയി. അവിടുന്ന് സെർച്ചിനെ കാത് കുത്തിച്ചില്ലെങ്കിൽ സിറ്റി കോളിൽ നിന്നാണ് സെർച്ചിനെ കാത് കുത്തിയത് നമ്മൾ. ഗൈസ്, നമ്മളെ എസ്തെറ്റിക് പിള്ളേരുമാണ്. സെറിഷ് വണ്ടി നിൽക്കുന്നുണ്ട് ഗൈസ്. ഉണ്ടാക്കുന്നേ ഗൈസ്, സെറിഷിന്റെ കാത് നോക്കിക്കോളൂ. ഇപ്പോൾ ലാസ്റ്റ് കാത് സെറിഷേ ഗൈസ്, സെറിഷ് വാസ് ടു എക്സൈറ്റഡ് ഫോർ വാട്ട് കാത് കുത്താൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞപ്പോൾ കുറേ ആഴ്ചയാണ് കാത് കുത്താന്ന്. ഇവിടെ ഓരോരിൻ്റെ ഇടയിൽ പിന്നെ കുത്താ അങ്ങനെ പറഞ്ഞ ഡിലേ ആയി. പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് ഹൈമീസായിട്ട്. അപ്പം സെറിഷല്ലേ കാത് കുത്തുമ്പോൾ ഓരെല്ലാം വേണോ, ഓരോരു ഗ്യാങ് തന്നെയുണ്ട്, ഓരെല്ലാ ആൾക്കാരും വേണോ, എന്നിട്ട് അതിൽ കുത്താന്നല്ലോ. അങ്ങനെ ഡിലേ ആയി എടുക്കത്തി. പിന്നെ ഞങ്ങൾക്കൊരു ആശയുണ്ടായി, ഞങ്ങൾ ചെറുതായതുകൊണ്ട് ലൈക്ക് എല്ലാവരും ഫാമിലി എല്ലാവരും വേണോ ഈ പരിപാടി ആക്കുമ്പോന്ന്. അങ്ങനെ എത്തി ലാസ്റ്റ് ഇപ്പോൾ എല്ലാവരും ഉണ്ടോണ്ട് ഇപ്പോൾ എന്നെ കൊത്താന്ന് വിചാരിച്ചു. അങ്ങനെ ഞമ്മ എല്ലാവരും പോയിച്ച് അവിടെ ഇരുന്നിട്ട് സെറിഷിന് ഫസ്റ്റ് ചെബിയിലേക്ക് കുത്തിട്ട് കൊടുക്കുമല്ലോ, കുത്തലിട്ട് കൊടുത്ത് ഞങ്ങൾ സെറിഷിനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നാലാണ് വേദനിക്കുന്നില്ല. അങ്ങനെ ഇതെന്താ വെച്ചില്ലെങ്കിൽ പപ്പ ഹൗസേനാവും കുത്തു നോക്കുന്ന ചെബിയിൽ ഡോട്ടിട്ടത് ശരിയായിന. എന്നുവെച്ചാൽ വലിയ കമ്മൽ വേണം ചെറിയ കമ്മൽ വേണം കേട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കുത്തുന്ന ആ ഒരു കമ്മലെടുത്ത് കുത്തി. എന്നിട്ട് എഴുതാം ഒരു അതിനെ തോക്കിലേക്കെല്ലാം സെറ്റാക്കി വെച്ച് സെറിഷിൻ്റെ കാതിൽ കുത്താൻ വേണ്ടി ഞങ്ങൾ പേടിപ്പിച്ചോണ്ടേ. തൂയി കുത്തുന്ന വേദന ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഓൾ മാമാൻ്റെ മടിയിലെല്ലാം ഇരുന്നതാ വലുത് കൊത്തി. ഫസ്റ്റ് കുഞ്ഞൊരു നട്ടി, പിന്നെ ഒക്കെ സന്തോഷമായതാ ബേജാറായത് എന്തായതെന്ന് പറഞ്ഞിട്ടാ ഓൾ ചിരിക്കുന്നുണ്ട് കരിയുന്നുണ്ട് രണ്ടാക്കുന്നുണ്ട് അതിന്. എന്നിട്ട് ഇതൊന്നല്ല സർപ്രൈസ് എന്താ വെച്ചാൽ ഗൈസ്, ഞാനും കുത്തിക്കാവ് സസാവും കുത്തി. സെറിഷിന് കുത്തിയിട്ടാണ് സെറിഷ് മസാല വലിയ അലമ്പാക്കിയിട്ടാ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയ കരിഞ്ഞ പോലത്തെ കരിഞ്ഞല്ല, നമുക്ക് തോന്നുന്നു സന്തോഷം കൊണ്ട് ഇതായെന്ന് തോന്നും. അങ്ങനെ ബേയോ കാവ് കുത്തിയ പാടന്നെ ഒളിച്ച് പോയി കാവ് നോക്കി എങ്ങനെയുണ്ടെന്നെല്ലാം. ഞാനായിരുന്നു ഗൈസ് ക്യാമറമാൻ, സോ ഞാനെല്ലാം വീഡിയോ എടുത്തുകൊണ്ട് ഉണ്ടായിന്. സെറിഷിൻ്റെ കാത് കുത്തിയിട്ടായിട്ട് സെസ പറഞ്ഞ് ഞാൻ സെക്കൻഡ് സ്റ്റേഡ് കുത്തുന്നു മാന്ന് പറഞ്ഞു. അങ്ങനെ സെസാൻ്റെ കാതിലേക്ക് സെൻറ്റർ കുത്തിട്ട് കൊടുത്ത് കുത്ത് എന്നെഴുതിയിട്ട് ഗൈസ്. അപ്പം ഞാൻ വീഡിയോയിൽ എടുക്കുന്നുണ്ട് ഷസാൻ്റെ കാത് കുത്താലോ എന്ന് എഴുതിയിട്ട്. അങ്ങനെ ഷസാക്ക് സെക്കൻഡ് സ്റ്റേറ്റ് അടിക്കുമ്പോൾ നോക്കിക്കോ നിങ്ങൾ ഷസാൻ്റെ എക്സ്പ്രഷൻ വലിയ ഇതൊന്നും ഉണ്ടായിട്ടാ, ജസ്റ്റ് ഒരു നട്ടല് മാത്രം. അപ്പം ഞങ്ങൾക്ക് എന്തായി കണ്ടാസ്യായി. ഞാൻ വിചാരിച്ചു നല്ല നേരം ഉണ്ടാവാന്തോ വേദന ഒന്നും ഇല്ലാന്തോ എൻ്റെ ഷസാൻ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷന് വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വയസ്സായി, ഞാനൊന്നും നിന്നില്ല. ഞാൻ പറഞ്ഞ് അടുത്ത അങ്കും കുത്തണം ഉമ്മാലി പപ്പാട് ചോദിച്ചോ അല്ലേ. അങ്ങനെ പപ്പാട് ചോദിച്ചാൽ പറഞ്ഞാൽ ബാനങ്ങൾ കുത്തിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഷെസ കുത്തിയിട്ടതിന് ശേഷം ഞാനും കുത്താനിരുന്നു. അങ്ങനെ എൻ്റെ ചെബിക്ക് കണക്കായി ഞാൻ
കുത്താൻ ഇരിക്കുമ്പോക്കും എൻ്റെ മനസ്സിൽ പേടിയില്ല. എന്താ നല്ല എക്സ്പ്രഷൻ അല്ലേ കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എല്ലാം എടുത്തോ, ഞാൻ പണ്ട് കുത്തുമ്പോൾ എനിക്ക് വീഡിയോ ഒന്ന് കിട്ടിയിട്ടാലോ മാമാൻ്റെ ഓരോല്ലടാ വീഡിയോ എല്ലാം എടുത്ത വെച്ചാൽ ഞാൻ കുത്താൻ ഇന്ന് തന്നെ നോക്കിക്കോ. ഞാന് ഒന്ന് കുത്തിയപ്പോഴത്തേക്ക് സഭക്ക് 2 കുത്തണം. ഞാനും കൂടി കുത്താന്ന് വിചാരിച്ചൂടാ. നമുക്ക് കുത്തിയതിന് ശേഷം കാണാം. മാമന്നുണ്ട്. എന്ത് മാമ ചിരിക്കുന്നത്? എങ്ങനെയുണ്ട് എന്റെ കാത്? മാമന്റെ കാത് വാങ്ങിയില്ലേ? മാമ കരിഞ്ഞ് ഞാൻ കരിയുമ്പോ മാമക്ക് മാത്രം ബേജാറായത്. ഈ മാമ ചിരിക്കുന്നു. ഇടത്തെ ഭാഗത്തിന് ചിരിക്കുന്നു, വലത്തെ ഭാഗത്തിന് കരിയുന്നു. പാവം എന്റെ കാത് നോക്കൂ. എങ്ങനെയുണ്ട്? ഉമ്മാവും കൊത്തിരിക്ക എന്താക്കി പറഞ്ഞ പേടിപ്പിക്കാൻ ഞങ്ങൾക്ക് വേദനിക്കുന്ന വെള്ളം നിൻ്റെ കാത് ഇനി നാളേക്ക് വേദനിക്കും, നല്ലോണം ഇതാവുന്നല്ലോ. അങ്ങനെ കാത് കുത്തിയ സന്തോഷം പങ്കിടാൻ വേണ്ടി ഞങ്ങൾ മധുരമല്ല കൈസ് കൊടുത്തത്. ഒരു ഇങ്ങനത്തെ ഓർക്ക് സ്വീറ്റ്സ് തൊന്നും അടുത്ത് ചെല്ലിട്ട് നട്ട്സും പിന്നെ ഡേറ്റ്സും കുറച്ച് ചോക്ലേറ്റും അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. കുറച്ച് പിസ്ത, കുറച്ച് സത്യം പറഞ്ഞെങ്കിലേ പിസ്ത മാത്രം നമുക്ക് കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. പിസ്ത ബദാമെല്ലാം പിന്നെ അതിൽ എന്തെല്ലാം ഉണ്ടായിന്ന് ഞാൻ നോക്കിയിട്ടാണ്. അങ്ങനെ നമ്മൾ ആടുള്ളവർക്കെല്ലാം നട്ട്സ് എല്ലാം കൊടുത്തതായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൊരിക്കേക്കുവാണ്. ഗൈസ് ഇവളെ കുത്തിയപ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങൾ വെള്ളിയാഴ്ചയെ കുത്തീന്. ഞായറാഴ്ചയാണ് പരിപാടി ഉണ്ടായത്. ഞങ്ങൾ വെള്ളിയാഴ്ച കൊണ്ടൊരു കുത്തി. പണ്ടേ ഉമ്മ ഞങ്ങളുടെ എല്ലാവരും വെള്ളിയാഴ്ച കുത്തിയെന്ന് ചെല്ലുന്നുണ്ടായി ഉമ്മ. അപ്പോൾ ശരിശിനതും വെള്ളിയാഴ്ച തന്നെ കുത്തി ഞങ്ങൾ. ആ ഉമ്മാന്ന് കേക്ക് ഉണ്ടാക്കിയ സേനീനെ കണ്ടു. ഉമ്മ ഒരു തീം മുന്നേ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ യോൾക്ക് കേക്കെല്ലാം കണ്ടിട്ട് സന്തോഷവും പിന്നെ ഡ്രസ്സെല്ലാം ഇടാകുമ്പോഴൊക്കെ എന്ത് ചെല്ലണ്ട. ഞാൻ നോക്കുമ്പോൾ 2 പാട്ടും കെട്ടീന്. ഗൈസ് എനിക്ക് ഇഷ്ടം പാട്ടിൽ എൻ്റെ പേര് പറയുന്നേക്കുമ്പോൾ എനിക്ക് വേറൊരു ടൈപ്പ് ബമ്പാല്. അങ്ങനെ പാട്ട് കെട്ടിയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിന്. അതിൻ്റെ ഇതും എല്ലാം എന്താ സേരിഷ് അത് കുത്തുന്നതിന് ചെല്ലിക്ക് വേണ്ട. അങ്ങനെ ഗൈസ് ഒരു 5 o'clock to 7 o'clock തിരക്കായിട്ടില്ലേ എല്ലാം എന്തായെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടാണ്. അങ്ങനെ ഡ്രസ്സാക്കിയിട്ട് വന്നിട്ടായിട്ട് കുറേ ഫോട്ടോ ആയിട്ട് നമുക്ക് ഞാൻ ക്ഷീണിതനായി ഗൈസ്. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. എനിക്കിഷ്ടമാണ് ഗൈസ് ഈ മംഗളത്തിൻ്റെ പുരയിൽ കിട്ടുന്ന പഴുപ്പ് ജ്യൂസിലില്ല, അതെല്ലാം നമ്മാക്കിയെങ്കിൽ വരുന്നില്ല. ആ തിരക്ക് കുടിച്ചിട്ട് മംഗളത്തിൻ്റെ ഇടയിലാക്കിയിട്ടാകുമ്പോൾ വരുന്നു. പിന്നെ എന്തും ഞാൻ എടുത്തതായിട്ട് നമുക്ക് ഓർമ്മയില്ല. എന്താ പറഞ്ഞെങ്കിൽ ഞാൻ കുറച്ചേരം ഷെസാഡ് എടുത്ത് പറഞ്ഞു. ക്യാമറമാൻ അങ്ങനെയൊന്നും വെച്ചിട്ട് എന്താ നമ്മ തന്നെ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്താണ് സേരിഷിൻ്റെ വീഡിയോസ് എല്ലാം. അപ്പോൾ സേരിഷിൻ്റെ വീഡിയോ എടുക്കുന്നതിൽ പരിപാടിൻ്റെ എന്താ എടുക്കാൻ കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് ഞങ്ങളെ 4 ആൾക്കാരുടെ ഡ്രസ്സ്.
ഇത് സേരിഷിന് മെറൂൺ കളർ പപ്പ ഇച്ച ജീജു ബ്ലാക്ക് ഇടാൻ ചെയ്യുക. ഇതാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ്സ്. പിന്നെ കസിൻസിനെല്ലാം നിർത്തിച്ചിട്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് ലാസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകാൻ. ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എങ്ങനെയൊന്നും എടുക്കാൻ വേണ്ടോ ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ തുടക്കം ഉമ്മാൻ്റെ കേക്ക് തന്നെ ഇരിക്കട്ടെ ചെയ്തത് ഗൈസ്. ഉമ്മാൻ്റെ കേക്ക് ഫസ്റ്റ് ഉമ്മ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ നിലവും പെട്ട് ഗൈസ്. അവൾ വ്ളോഗ് എടുക്കുന്ന എന്തോ വാക്കുന്നുണ്ട് അതിന്. എന്നിട്ടായിട്ട് ഉള്ള അവിടെ പോയി നമുക്ക് ഇപ്പോഴും കാണുന്നില്ല ഗൈസ്. അവൾ വാനിഷായി. വീഡിയോ എടുക്കുന്നതിന് ഞാനത് ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിട്ടാ ഗൈസ്. ഞങ്ങളുടെ ഫാമിലി ഫുൾ ഓഫ് വ്ളോഗേഴ്സായി മാറി. ആൻഡ് ലാസ്റ്റ് സേരീഷിന് ഉമ്മ കേക്ക് വെച്ചെടുത്ത്. കേക്കോട് മുന്നേ കണ്ടതുകൊണ്ടൊരു ഇതുണ്ടായിട്ടാ അവിടെ ഓളം നിർത്തിച്ചിട്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട് അതിന്. എന്നിട്ടായിട്ട് നമ്മൾ ഓരോരോ ആൾക്കാർ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ എല്ലാ ആൾക്കാരെ ഫോട്ടോ വീഡിയോസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും അവിടെ ഇരുന്നിട്ടാകുമ്പോൾ ഓരോരോ ആൾക്കാരായിട്ട് ഗിഫ്റ്റ് കൊടുത്ത്. പപ്പ ഉമ്മാവും കൊടുത്തത് ഗോൾഡിൻ്റെ ഒരു കമ്മൽ, അത് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. സന കൊടുത്തത് ഡയമണ്ടിൻ്റെ വേറൊരു കുഞ്ഞു കമ്മൽ. ഞാൻ കൊടുത്തത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മോലവിൽ പോയിട്ട് വാങ്ങിച്ച് പറഞ്ഞ അതെല്ലാം വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ബൊക്കറ്റാണ് ഗൈസ്. അതിൽ കോമഡി എന്താ പറയണമെങ്കിൽ ഞങ്ങളും കുഞ്ഞന്മാരെ മക്കോ ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് പർച്ചേസ് ആക്കിയ സാധനമുണ്ട്. അതിൽ കുറേ കോമൺ തിങ്സ് ഉണ്ടായി ഞങ്ങളെ ബൊക്കറ്റിൽ. ഞാൻ കൊടുത്തിട്ടായിട്ട് പിന്നെ ഷെസ കൊടുത്ത്. ഷെസ ഗിഫ്റ്റ് കൊടുക്കുന്നത് എൻ്റെ മുത്തമ്മൻ്റെ മോള് ഓളൊരു ഗിഫ്റ്റ് കൊടുത്തിന്. പിന്നെ ഇത് ഓളെ ഫ്രണ്ട് ഫാത്തിമ ഓളൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ രണ്ടാളോ ഒന്നിച്ച് നിർത്തിയിട്ട് അത് കട്ടാക്കിയിട്ട് പിന്നെ കുറേ ഗിഫ്റ്റ്സ് കിട്ടിയിരുന്നു. മാത്രം ഫസ്റ്റ് കൊടുത്തൊന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പറഞ്ഞെങ്കിൽ ഞാൻ ഡ്രസ്സാക്കുമ്പോൾക്ക് യോക്ക് ഇതെല്ലാം കിട്ടിയിട്ടായിന്. അതിൻ്റെ വീഡിയോസൊന്നും എൻ്റെ ഉണ്ടായിട്ടാണ്. അപ്പോൾ ഉള്ള വീഡിയോസ് ഞാൻ അടക്കിന്. പിന്നെ ഗിഫ്റ്റെല്ലാം കാണിക്കുന്ന ലാസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിന് ഗിഫ്റ്റിൻ്റെ മാത്രമായിട്ട്. പിന്നെ നമ്മൾ ഇനാവും ഹയാവും ഗിഫ്റ്റ് കൊടുത്തിന് ഗൈസ്. ഈ കുട്ടി ആരെന്നറിയോ? ഇതാണ് നമ്മളെ കുട്ടി നാന. എല്ലായിടത്തും നല്ല സന്തോഷത്തിൽ കൈയടിച്ച് എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. അവളുടെ പേര് ദാനാന്ന് മാത്രം. ഐ ജസ്റ്റ് ലൈക്ക് ടു കോൾ ഹർ നാന. അതാണ് അവൾക്ക് പറ്റിയ പെർഫെക്റ്റ് പേര്. ബട്ട് ഓൾ ഞാൻ എത്ര എടുക്കാൻ നോക്കിയെങ്കിലും അതിൻ്റെ കൈ കീഴ്ത്തുള്ളവൾ വന്നിട്ടുണ്ടായില്ല. ബാക്കി എല്ലാവരും സന്തോഷത്തിലാണ്. അങ്ങനെ എല്ലാവരും നിർത്തിച്ചിട്ട് കേക്ക് കട്ടാക്കാൻ നിന്നിട്ടാകുമ്പോൾ ഇവൾ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഇവൾ കേക്ക് കട്ടാക്കിയിട്ടില്ലേ നേരെ ഇങ്ങനെ കൈ പൊടിച്ച് നിന്നിന്. എനിക്ക് പപ്പാൻ്റെ സൈഡിലേക്ക് ഫസ്റ്റ് കാട്ടി. പപ്പ നല്ല പാലിലെടുത്തിട്ട് ബിസ്മിയും കൂടി പപ്പാൻ്റെ തോന്നുന്നു കുട്ടിക്ക് കൊടുക്കാണ്ട്. എന്നിട്ട് വയ്യാന്ന് സേരിഷിന് കേക്ക് കൊടുക്കുന്ന. എൻ്റെ കേക്കെല്ലാം കട്ടാക്കി പിള്ളേർക്കെല്ലാം കൊടുത്ത് ഗൈസ്. ഈ ചോറ് നമ്മൾ നേരത്തെ വന്നിനും അത് ഞാനത് ലാസ്റ്റ് ഇട്ടതാണ്. ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒറ്റക്കുള്ള വീഡിയോസ് ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ടാണ് ചോറ് വിളമ്പിയത് എല്ലാവർക്കും. ഗിഫ്റ്റെല്ലാം കൊടുത്തിട്ട് നല്ല പാലാടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായി. എനിക്ക് ഇതെല്ലാം കണ്ട കേക്ക് മുറിക്കുന്നതിന് മുന്നേ ഉണ്ട് ക്ലിപ്പിങ്സ്. ഫുഡ് എന്തെല്ലാം ഉണ്ടായിച്ചെങ്കിൽ മന്തി ഉണ്ടായി, നൂഡിൽസ്, പിന്നെ ബട്ടർ ചിക്കൻ, പൊറോട്ട അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടായി. എന്തെല്ലാം തേച്ചുണ്ടായി നമുക്ക് ഇപ്പോഴും ഓർമ്മ കിട്ടുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് ലവ് ദിസ് നൂഡിൽസ്. ഞാൻ വേറെ എന്ത് തോന്നിയിട്ട് ചോറെടുക്കാൻ ഞാൻ ഉപയോഗിച്ചില്ല, നൂഡിൽസ് മാത്രം ട്രൈ ആക്കി. നെറ്റി പിള്ളേർക്കിടയിൽ അതിനെ നീ കൊറേ ഞാൻ എന്ത് തിന്നുന്നേ? നൂഡിൽസാ? നോക്കി ഇങ്ങോട്ടെ. ഞാൻ എൻ്റെ ഉമ്മ എടുത്തോ? ഏടെ അപ്പര പോയാ? ദീദിനെ നോക്കിയേ നോക്കുന്നില്ല. ആഫ്റ്റർ ഫുഡ് കുറച്ച് ഫ്രൂട്ട്സ് ഐസ്ക്രീം ഉണ്ടായി. നിന്റെ ഫേവറേറ്റ് മറ്റേ എങ്ങനെയുണ്ട് ഗിഫ്റ്റ് എല്ലാം? ശരി
നോക്ക് എങ്ങനെയുണ്ട് ഗിഫ്റ്റ് കിട്ടി എങ്ങനെയുണ്ട് ഗിഫ്റ്റ് കിട്ടിയത് ഒട്ടും ഫാത്തിമ എങ്ങനെയുണ്ട് ഫാത്തിമാന്റെ ഗിഫ്റ്റ് സൂപ്പർ സൂപ്പർ ഗൈസ് ഇതാണ് ഏറ്റവും ഞാൻ കൂടുതൽ ഉണ്ടാക്കിയ ഇഷ്ടം ഇത്. bucket. ഇത് സേരിഷിന്റെ ലബൂബു നെയിൽസ് എങ്ങനെയുണ്ട് ഹൈമി അടിപൊളിയുണ്ടോ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉമ്മാൻ്റെ ഭീമാൻ്റെ കുഞ്ഞമാറ ഒരെല്ലാവരുടെ പാട്ട് പിന്നെ അതെല്ലാം ഉണ്ടായി എല്ലാവരും സേരിഷിൻ്റെ നടുവിൽ കൈമുട്ടിയൊരു പാട്ട് പിന്നെ സേരിഷിൻ്റെ ഫാത്തിമാൻ്റെ ഡാൻസ് സേരിഷിൻ്റെ ഹൈമീൻ്റെ ഡാൻസ് സേരിഷിൻ്റെ സിംഗിൾ ഡാൻസ് അങ്ങനത്തെ കുറേ ഡാൻസ് കലാപരിപാടികൾ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പോകാൻ തന്നെ ഒരു 1-2 o'clock അടുത്തേക്കായി അപ്പോൾ ഇതൊക്കെയാണ് സേരിഷിൻ്റെ ഇയർ പിയേഴ്സിങ് സെറമണിയുടെ വിശേഷം. ലെറ്റ്സ് അൺബോക്സ് സേരിഷിൻ്റെ ഗിഫ്റ്റ് ദീദി കൊടുത്ത ഗിഫ്റ്റ്. എന്ത് സേരിഷ് അത് ഫസ്റ്റ് എന്നോട് ഓപ്പൺ ആക്കി ഞാൻ കൊടുത്തൊരു ബൊക്കറ്റാണ്. മെയിൻ ബിറ്റ് എന്ന് വെച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ ശരിയാണെങ്കിൽ ഓക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിരുന്നു മാഷാല്ല. അതിൽ ഉണ്ടായതെല്ലാം എന്താ വെച്ചില്ലെങ്കിൽ കുറേ കോമൺ ഗിഫ്റ്റ്സ് ഉണ്ടായിന്. ഞാൻ നേരത്തെ ചില പോലെ കുഞ്ഞമാറും ഞങ്ങളെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് ഈ സ്റ്റിക്കർ അതെല്ലാം കിട്ടിയത് തന്നെ ഉള്ളിൽ 2-3 ഉണ്ടായിന്. പിന്നെ ഓക്ക് കുറേ എൻ്റെ ഉമ്മ ഫാമിലിയിലത്തെ ആൾക്കാരെല്ലാം കുറേ ആൾക്കാർ ഓക്ക് പൈസ കൊടുത്തതാണ്. അപ്പോൾ പൈസ ലൈക്ക് ഓളാണിപ്പോൾ ഈ വീട്ടിൽ ഏറ്റവും വലിയ റിച്ചതാണ്. പൈസ ഇപ്പോൾ ഓക്ക് എത്ര 8,000 അടുക്ക ഓൾക്ക് കിട്ടീന് കാത് കുത്തിയിട്ട് ഓരെല്ലാം ഗിഫ്റ്റ് കൊടുത്തത്. അവൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഡ്രസ്സ് കിട്ടീന്. പിന്നെ കുറേ സ്കൂൾത്തെ സാധനം കിട്ടീന്. ബോക്സ് പൗച്ച് പിന്നെ സ്കെച്ച് പെൻസിൽ കിട്ടിയതെല്ലാം ഇതെല്ലാം കസിൻസ് കൊണ്ടുവന്നാൽ ഈ സാധനങ്ങൾ കണ്ട ഈ ഞങ്ങൾ വെച്ച ഓരോ സാധനവും ലൈക്ക് ഓളിങ്ങനെ ചെല്ലുമല്ലോ നമ്മളോട് അത് വേണോ ഇത് വേണോ അങ്ങനെ ഓർമ്മ വന്ന കുറേ സാധനമാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായത്. പിന്നെ കസിൻസ് കൊടുത്തൊരു ബുക്കെല്ലാം ഉണ്ടായിന്. ഓൾ നല്ല പങ്ക് ബുക്ക് ചെയ്തു. അവ എന്ത് നടന്നതും ഓൾ അന്നത്തത് നമുക്കൊരു ഡയറി ഉണ്ട്. ഒന്നല്ല ഇപ്പോൾ 1-ലേറെ ഉണ്ട് ഡയറി. ആ ഡയറിയിൽ ഓളെല്ലാം എഴുതി വെക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇത് കിട്ടിയില്ല ഈ ബൊക്കെ പിന്നെ ഇത് എന്തോ ഈ ബാഗ് ഇങ്ങനത്തെ ബോക്സ് പെട്ടിയെല്ലാം കിട്ടിയ അതിലെല്ലാം ഉണ്ടായ സാധനമൊക്കെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സ് പിന്നെ ബുക്ക് പേപ്പർ സോപ്പ് എന്തെല്ലാം ഒരു സ്കൂൾക്കും ഒരു കുട്ടിക്കും ഇഷ്ടമുണ്ടാവും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അതിലെല്ലാം. എനിക്ക് ഞങ്ങൾ ഇങ്ങനെ കോമൺ തിങ്സ് കണ്ടിട്ട് നമുക്ക് അതിന് പറഞ്ഞു നെക്സ്റ്റ് ഇയർ മൗലവിലത്തെ എന്തും വേങ്ങണമെന്നില്ല. എന്താ പറഞ്ഞെങ്കിൽ ഇതിൻ്റെ സാധനം നമ്മളിൽ കുറേ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്താൽ മതി. നമുക്കൊരു ഇത് തുടങ്ങാനൊക്കെ കിട്ടിയെന്നല്ല. എന്നിട്ട് ഇത് മിററെല്ലാം കിട്ടീന് ഓക്ക്. അപ്പോൾ ഓൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞിരുന്നു അത് അങ്കാക്കാൻ അറിയുമെന്ന്. ഇതിലെന്ത് പറഞ്ഞെങ്കിൽ എല്ലാ കുട്ടികളും ഒരു ഡ്രീം ആണിക്കും. ഞാനൊന്നും ഇങ്ങനത്തെ എല്ലാം കാണാൻ വിചാരിക്കുന്നുണ്ട്. അങ്കെല്ലാം കിട്ടീനെങ്കിൽ മാത്രം ഉമ്മച്ചല്ലോ അതെല്ലാം വേസ്റ്റ് എന്തിനു വാങ്ങുന്നേ. ഇവളെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവൾക്ക് എന്ത് ഞങ്ങൾ ക്യൂട്ട് കണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിയിട്ട് കൊടുക്കും. എന്താ ഞങ്ങൾ അങ്ങനത്തെ ഉമ്മ പയ്യത്തത് ഇവളെങ്കിലും ഉപയോഗിക്കട്ടെ പറഞ്ഞിട്ട് നേരെ ഇതെല്ലാം കാണുമ്പോൾ നമുക്കേ ആശയാണ്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ കിട്ടീനെങ്കിൽ ലൈക്ക് വലുതായി എന്നുള്ളൊരിതില്ല. നമുക്കും പാടാം ഇനി എന്നുള്ളൊരു തോട്ട് വരുന്നത്. പിന്നെ ഒന്ന് നമുക്കിതൊന്നും എനിക്ക് ഇങ്ങനത്തെ സ്റ്റിക്കർ വെച്ചിട്ട് എന്ത് ചെയ്യാനൊന്നും അറിയില്ല. ഇത് മിഞ്ഞാന്ന് സന എന്ന് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം എന്ത് ചോദിച്ചാൽ സനാട് അങ്ങോട്ട് അറിയുന്നുണ്ടായിന് അതൊന്നും നിങ്ങൾക്ക് അറിയില്ല സന അത് ഇങ്ങനെ ചെയ്യല് ഇത് ഇങ്ങനെ ചെയ്യല് ഓളെ പഠിപ്പിക്കാൻ ആർക്കും കഴിയാതെ അങ്ങനെ എന്തെല്ലോ സാധനം ഉണ്ട്. അതെല്ലാം എന്തിനു ഉപയോഗിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. മാത്രം ഓക്കറിയും അതിലെന്തെല്ലാം ആൾക്കാർ ഇങ്ങനത്തെ സ്റ്റിക്കറെല്ലാം വെച്ചിട്ട് സ്റ്റിക്കറെല്ലാം ഒടിച്ചിട്ടോളം എന്തെല്ലോ അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കും. ഈ ഡ്രസ്സ് എന്ത് പറഞ്ഞെങ്കിൽ ഇത് സന കൊടുത്ത ഡ്രസ്സാണ്. ഓള് കല്യാണ സെയിൽസിൽ ഇട്ടോക്കി എന്നിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിട്ടാ. മാത്രം സന ഇത് ഓളറിയാണ്ട് ഓക്ക് എടുത്തിട്ട് കൊടുത്ത്. അപ്പോൾ അതിൻ്റെ സന്തോഷം വേറെ ഓക്ക്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് സേരിഷിൻ്റെ ഗിഫ്റ്റ്. പിന്നെ എനിക്ക് അറിയുന്ന ഗിഫ്റ്റ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ആര് കൊടുത്തത് മരിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. എന്താ പറയുക എൻ്റെ പപ്പാൻ്റെ ഫാമിലിയിലത്തെ കുഞ്ഞന്മാർ ഓരല്ലില്ലേ ഞാൻ മുമ്പ് ഡ്രസ്സാക്കി വരുമ്പോൾ കൊടുത്തിട്ട് ആയിന്. സോ ഞങ്ങൾക്ക് അറിയില്ല ഇതാര് കൊടുത്തതെന്ന്. ഈ ചോക്ലേറ്റ്സ് എല്ലാം ഞങ്ങൾ വെച്ചത് ഓക്ക് ആടെ പിള്ളേർക്ക് വരുന്ന പിള്ളേർക്കെല്ലാം കൊടുക്കാമല്ലോ പറഞ്ഞിട്ട്.
ഈ ബോക്സ് കൊടുത്തത് സെൻറ്റ് താൻ്റെ ജീജുൻ്റെ ഏട്ടത്തി കൊടുത്തത്. ആ കുഞ്ഞാണ് ഓളും സേരിഷും ഫ്രണ്ട്സ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഫോട്ടോവും ഇനാൻ്റെ ഫോട്ടോവും സേരിഷിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരു ഫ്രെയിം, അങ്ങനത്തെ ഡ്രസ്സ്, ടെഡി വെയർ, അങ്ങനത്തെ എല്ലാം. ഇത് ഹന കൊടുത്തേന്ന് തോന്നുന്നു. നമുക്ക് ഈ ബാഗ് ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു ചെറിയ ഓർമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് സേരിഷിൻ്റെ ഗിഫ്റ്റ്സ്. ഇത് സാന കൊടുത്ത ഗിഫ്റ്റാണ്. തുറക്ക്. ഇങ്ങനെ സനാനത് ഒരു സ്മോൾ യാ ഈ പെണ്ണിനെന്തോ അറിയില്ല. ഗൈസ് ഇതാണ് എടുക്കണൊക്കെ. ഇതാണ് ഗൈസ് സന കൊടുത്ത കമ്മൽ. നെക്സ്റ്റ് ഓപ്പണാക്ക്. നെക്സ്റ്റ് പപ്പ ഉമ്മ തന്ന കമ്മൽ. നെക്സ്റ്റ് ഹൈമി ഗിഫ്റ്റ് ആക്കിയ ഒരു കമ്മലും ഉണ്ട്. കാണിച്ച കമ്മല് വെയിറ്റ് ഇതാണ് ഗൈസ് പറയുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ ഗൈസ്.